നമുക്കിന്ന് ചക്ക എരിശ്ശേരി വെക്കാം. അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതേപോലെ കഴുകിയിട്ട് വേണം നമ്മൾ കുക്കറിനകത്തോട്ട് ഇടാനായിട്ട്. ചെറിയ രീതിയിൽ അരിഞ്ഞ കുക്കർ. നമുക്കിന്ന് ചക്ക എരിശ്ശേരി വെക്കാം. എരിശ്ശേരി വെക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിയണം ചക്ക. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് കുക്കറിലിടാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കുക, ചെറുതായിട്ട് അരിയുക, കഴുകി കുക്കറിലിടുക. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഉപ്പിടണം. ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ഇടണം. മുളക് പൊടി നമുക്ക് ഓപ്ഷൻ അല്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇച്ചിരി ഇടുന്നു കേട്ടോ. എന്നിട്ട് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇടുക. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ലേശം ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില കൂടി ഇടുക. ഞാൻ കണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നത്. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് അത് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് കുക്കറിൽ അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ കേട്ടാൽ മതി. 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ചക്ക വെന്തിരിക്കും കേട്ടോ. നമുക്ക് 2-3 വിസിൽ അതിനാകുമ്പോൾ ചക്ക വെന്തിരിക്കും. ഓക്കെ. ചക്ക വേവുന്ന നേരത്തിന് നമുക്കൊരു അരപ്പുണ്ടാക്കണം. ചക്കയ്ക്ക് ശരി വെക്കാനുള്ള അരപ്പ് റെഡിയാക്കണം. അത് ഞാൻ ജാറെടുത്തിട്ടുണ്ട്. ജാറിൽ തേങ്ങ നമുക്ക് ഒരു പിടി തേങ്ങയോളം ഇടണം. ഒരു പിടി തേങ്ങയോളം ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തും ഇടണം. അപ്പോൾ ആ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ജീരകവും കൂടെ ഇടണം. അല്പം ജീരകവും കൂടെ കുറച്ച് ആവശ്യത്തിന് ഇട്ടു. എന്നിട്ട് 2 കഷ്ണം ചുമന്നുള്ളി ഇട്ടുണ്ട്. ചുമന്നുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ജീരകവും കൂടെ കുറച്ച് ജീരകം ഇടണം. കുറച്ച് ജീരകം കൂടെ ഇടണം. ജീരകം കൂടെ ഇട്ടതിന് ശേഷം അരയ്ക്കാൻ വേണ്ടുന്ന വെള്ളവും കൂടെ ഒഴിക്കണം. ജീരകം ഇട്ടതിന് ശേഷം ആവശ്യം അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണേ. ഞാൻ അരച്ചെടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടുന്ന വെള്ളവും കൂടെ എടുത്ത് നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. തവിയും കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ചക്ക വെന്ത് കഴിഞ്ഞു നമ്മൾ നോക്കിയപ്പോൾ ചക്ക വെന്ത് തവിയും കൊണ്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. ഉടച്ചതിന് ശേഷം അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ജീരകം ചേർത്തുള്ള അരച്ച അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ആ വെള്ളം ഇച്ചിരി കുഴമ്പ് പോലെ പരുവത്തിലെടുക്കുന്നത്. വെള്ളമൊന്നും അധികം ഒഴിക്കരുത്. എന്നിട്ട് ആ പാത്രം കൂടെ കഴുകി അല്പം വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ആ അരപ്പ് വെള്ളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചക്കയും അരപ്പ് വെള്ളം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ അരപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കണം. നമുക്ക് അരപ്പൊന്ന് വെന്തെടുക്കണമല്ലോ. ഒഴിച്ച വെള്ളവും ചൂടാവണം. അപ്പം നമുക്ക് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കറി ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. കറി ഇവിടെ ചൂടാവുന്ന നേരത്തിന് നമുക്ക് കടുക് വറുത്ത് തേങ്ങ ഇടാം. ഇനി നമുക്ക് വറുത്തിടാം. കടുക് വറുത്തിടാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക.
പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഇച്ചിരി ഒഴിക്കണേ. തേങ്ങ കൂടെ വറുത്തിട്ടേ. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇടണം. കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടണം. ഉണക്കമുളകും കൂടെ ഇടണം. 2-3 ഉണക്കമുളകും കൂടെ ഇടുക. രണ്ട് മൂന്ന് ഉണക്കം നമുക്കത് ഇനി തേങ്ങയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് 2 ഉണക്കമുളകും ഇടാം. ചെറിയ ഉള്ളിയും കൂടെ ഇടാം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. കടുകും മുളകും എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നാളികേരം കുറച്ചിടണം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു പിടി തേങ്ങ ഇടണം. ഒരു പിടി തേങ്ങയിട്ട് നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. നോക്കുമ്പോൾ എന്നിട്ട് നല്ലോണം ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. ചുവപ്പ് കളറാണ്. നല്ല സ്മെല്ലുണ്ട്. ഈ തേങ്ങയും എല്ലാം കൂടെ നല്ല മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വെളിച്ചെണ്ണയിൽ. ചെറിയ തീയിൽ പതുക്കെ വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ചുവപ്പ് കളറായി കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക എരിശ്ശേരിയിലോട്ട് ഇതങ്ങ് ഒഴിക്കാം. അതിന് ആ തേങ്ങ നമുക്ക് ചക്കയിലോട്ട് അരപ്പ് എല്ലാം കൂടെ ചേർത്ത് എണ്ണ ഇളക്കണം. നമ്മൾ ആ കുക്കറിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കണം. ആ പാത്രത്തിൽ ഇച്ചിരി ചക്ക നമുക്ക് അതിനകത്ത് ഒഴിച്ച് ഇളക്കി അതിനകത്തിടുമ്പോൾ നല്ല സ്മെല്ല് നമുക്ക് അതിനകത്ത് അടങ്ങിയിരിക്കും ചക്കയിൽ. ഇനി ഒന്ന് അടച്ചുകൂടെ വെക്കണേ. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായി. കണ്ടോ? കറക്റ്റായി. ഇത് പൊക്കമുള്ള കുക്കറായതുകൊണ്ട് സാധനം കുറച്ചല്ലേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല അല്ലേ. ഞാൻ പാത്രത്തിൽ ഒഴിച്ച് കാണിക്കാം കേട്ടോ. ഞാനൊരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ആവശ്യത്തിന് പാത്രത്തിലാക്കി നമുക്ക് കഴിക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.